യെസ്, അപ്പോൾ നമ്മളിത് പി കെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ പോകുന്നത് തൊടുപുഴയ്ക്കാണ് കേട്ടോ. അങ്ങനെ ആലുവ ടൗണിലെത്തി. ആലുവ ടൗൺ കഴിഞ്ഞ് നമ്മൾ ഒരു ഡീസൽ അടിക്കാനായിട്ട് പമ്പിൽ കയറി 1500 രൂപയ്ക്ക് ഡീസൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേരെ നമ്മൾ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരുമ്പാവൂർ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതേ അവിടെ ഒരു ചെറിയ തട്ടൽ നടന്നിട്ടുണ്ട്. അതെല്ലാം അവർ തന്നെ ഡീൽ ചെയ്തു. ചെറിയ രീതിയിലുള്ള തട്ടലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞ് നേരെ ഒരു 12:30 നമ്മുടെ മൂവാറ്റുപുഴ ടൗണിലെത്തി. മൂവാറ്റുപുഴ എത്തിയപ്പോഴേ നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ മൂവാറ്റുപുഴയിൽ നിന്ന് നേരെ തൊടുപുഴയ്ക്ക്. അങ്ങനെ തൊടുപുഴ ടൗണിൽ ഒരു 1:30 ആയപ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ആദ്യം നമ്മൾ പോകുന്നത് വണ്ടിയുടെ സീറ്റ് അഴിച്ചു കൊടുക്കാനായിട്ടാണ്. സീറ്റ് നമ്മൾ വേറൊരു സ്ഥലത്താണ് ചെയ്യാൻ കൊടുക്കുന്നത്. നമ്മൾ നീറ്റ് വർക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഭായിമാർ വന്ന് അതിൻ്റെ സീറ്റും കാര്യങ്ങളെല്ലാം അഴിച്ചെടുക്കാറുണ്ട്. അങ്ങനെ ഭായിമാർ ഇപ്പോൾ സീറ്റെല്ലാം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഭായിമാർ സീറ്റെല്ലാം അഴിച്ചു. കുറച്ച് സീറ്റേ ഉള്ളായിരുന്നു അഴിക്കാനായിട്ട്. ബാക്കിയെല്ലാം നമ്മളവിടെ AC ചെയ്യാനായിട്ട് അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുൾ അഴിച്ചു. ഇനി അത് ചെയ്യേണ്ട ഡിസൈൻ എല്ലാം സെലക്ട് ചെയ്ത് അതിൻ്റെ നോട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ തിരിച്ച് തൊടുപുഴ ടൗണിൽ വന്നൊരു മന്തിക്കട കയറി ഒരു മന്തിയൊക്കെ ഓർഡർ ചെയ്തു. അത് കഴിച്ചു. നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്ക് പിന്നെയും മഴയായിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ തൊടുപുഴ ടൗണിൽ നിന്ന് നേരെ കോതകുത്തി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. മഴ അത്യാവശ്യം നല്ല പോലെ തന്നെ പെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ശമനവും ഇല്ല. അങ്ങനെ 3:30 ആയപ്പോഴേക്കും നമ്മളിത് ലൊക്കേഷനിലെത്തി. അപ്പോൾ ജോഷിൻ്റെ പുറത്ത് കിടക്കുന്ന ട്രാവലറുകളാണ് കേട്ടോ. എല്ലാം പണിയാൻ വന്ന് കിടക്കുന്നതാണ്. അങ്ങനെ നമ്മൾ പുറത്ത് ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോ എടുക്കാനായിട്ട് ഇരുന്നു. പക്ഷേ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അതിനുള്ള പെർമിഷൻ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ അകത്ത് കയറിയിട്ട് മാനേജർ അതിൻ്റെ കൊട്ടേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. വേണ്ട വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മളും പറഞ്ഞു കൊടുത്തു. അങ്ങനെ നമ്മളിത് വണ്ടിയെല്ലാം പുറത്തിട്ടിട്ടു. നേരെ ഒരു 7:30 കൂടി തിരിച്ച് നമ്മൾ ആലപ്പുഴയ്ക്ക് പോകാനായിട്ടുള്ള ബസ്സിൽ കയറി നേരെ ആലപ്പുഴയിലോട്ട്